കോളറയെ കേരളത്തിൽ നിന്ന് തുരത്തി എന്ന് നാം അവകാശപ്പെട്ടതാണ്. എന്നാൽ 2009 മുതൽ രോഗം സംസ്ഥാനത്ത് കാണപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്താണ് ഇത്തവണ അത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലിനജലത്തിലൂടെ പരക്കുന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഗുരുതര രോഗമാണ് കോളറ. ഛർദി, അതിസാരം മൂലം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് ചെറുകുടൽ ചുരുങ്ങുന്ന അവസ്ഥയിലെത്തുന്ന രോഗമാണിത്. ലോകം മുഴുവൻ കോളറ ബാധിച്ച് കോടിക്കണക്കിന് പേർ മരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലാണ് ഈ രോഗം ഏറ്റവും അധികം നാശം വിതച്ചിട്ടുള്ളത്. കോളറയുടെ ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ഒരിക്കലും മറക്കാനാവില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ കോളറ പാൻഡമിക് ആരംഭിച്ചത് നമ്മുടെ സ്വന്തം കൽക്കട്ടയിൽ നിന്നാണ് 1820. അവിടെ നിന്ന് ഏഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും കോളറ പരന്നു. ലോകത്ത് ഇതുവരെ 7 കോളറ പാൻഡമിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്താകമാനം കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിനും കോളറ കാരണമായി. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ഇന്ത്യൻ ബ്രിട്ടീഷ് പട്ടാളക്കാർ മരിച്ചു. ഇന്തോനേഷ്യയിൽ അക്കാലത്ത് കോളറ ബാധിച്ച് മരിച്ചത് 1,00,000 പേരാണ്. 1831 ഈജിപ്തിൽ 1,30,000 പേർ മരിച്ചു. 1851 ആയപ്പോഴേക്കും റഷ്യ, ക്യൂബ, അമേരിക്ക എന്നിവിടങ്ങളിലും കോളറ മൂലം ജനം മരിക്കാൻ തുടങ്ങി. 1920കളിൽ റഷ്യയിൽ പൊലിഞ്ഞത് 5,00,000 പേരാണ്. 2000 ലോകാരോഗ്യ സംഘടന 1,40,000 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. 2010 നൈജീരിയയിൽ 352 പേർ മരിച്ചു. 2012 കോളറ ഇന്ത്യയിലേക്ക് വീണ്ടും മടങ്ങിയെത്തി. 2013 വയനാട്ടിലെ മുട്ടിൽ പഞ്ചായത്തിൽ 30 പേർക്കെങ്കിലും രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് വ്യാപകമായി കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും അവിടങ്ങളിലായി സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. കേരള കാർഷിക സർവകലാശാലയുടെ ഫുഡ് ക്വാളിറ്റി അഷുറൻസ് ലബോറട്ടറിയിൽ മലപ്പുറം ജില്ലയിലെ അഴുക്കുചാലുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ കോളറ പരത്തുന്ന വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയെ 2016 ജൂലൈ മാസത്തിൽ കണ്ടെത്തി. കുറ്റിപ്പുറത്തെ അഴുക്കുചാലിലെ മലിനജലമാണ് പഠനവിധേയമാക്കിയത്. ഇവിടെ അതിസാരം മൂലം അതിനകം 2 പേർ മരിച്ചിരുന്നു. ജലവും ആഹാര പദാർത്ഥങ്ങളും മലിനമാകുന്നതാണ് രോഗകാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മഴക്കാലമായതിനാൽ ശൗചാലയങ്ങളുടെ വെള്ളം കുടിവെള്ളവുമായും ആഹാര പദാർത്ഥങ്ങളുമായും കൂടിക്കലരാൻ കൂടുതൽ സാധ്യതയുണ്ട്. മലിനജല കനാലുകളിലൂടെ ഒഴുകുന്ന കുടിവെള്ള പൈപ്പുകളുടെ ചോർച്ചയിലൂടെയും കോളറ ബാക്ടീരിയ കുടിവെള്ളത്തിൽ കലരാം. മറ്റൊരു കാരണമായി സംശയിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യമാണ്. വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി കണ്ടുവരുന്ന രോഗം സംസ്ഥാനത്തെത്താനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന ഇവർ വ്യക്തി ശുചിത്വത്തിൻ്റെ വിഷയത്തിൽ പിറകിലാണ് താനും. നമ്മുടെ ഭക്ഷണശാലകളിൽ പലയിടത്തും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിബ്രിയോ കോളറെ ബാക്ടീരിയം മൺസൂൺ കാലത്ത് കൂടുതൽ എണ്ണത്തിൽ പെരുകാനും അത് മലമൂത്ര വിസർജ്യങ്ങളിലൂടെ അഴുക്കുചാലുകളിലും കുടിവെള്ളത്തിലും കൃഷിയിടങ്ങളിലും എത്തിച്ചേരാനും ഒരു പ്രയാസവുമില്ല. കുടിവെള്ളം മലിനമായാൽ കോളറ ഉറപ്പാണ്. സെപ്റ്റിക് ടാങ്കുകൾ വഴി ഭൂഗർഭ ജലസ്രോതസ്സുകൾ മലിനമാകാൻ നമ്മുടെ നാട്ടിൽ ഏറെ സാധ്യതയുണ്ട്. കക്കൂസ് മാലിന്യങ്ങൾ പുഴകളിലും ഓടകളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും തള്ളുന്നത് ഇവിടെ കണ്ടുവരുന്ന പ്രവണതയാണ്. മലപ്പുറത്ത് കോളറ സ്ഥിരീകരിച്ച മിക്കവാറും കേസുകളിലും രോഗികൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. വ്യക്തി ശുചിത്വമില്ലാത്ത ഹോട്ടൽ തൊഴിലാളികളും പാനീയ കച്ചവടക്കാരും വലിയ ഭീഷണിയാണ്. ഒരാളിൽ കോളറ ഉണ്ടാക്കുന്നത് കോമ ആകൃതിയിലുള്ള വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണെങ്കിലും രോഗം വരുന്നതിന് കാരണം ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന CTX അഥവാ കോളറ ടോക്സിൻ എന്ന വിഷാംശമാണ്. ചെറുകുടലിൽ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ CTX വിഷം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണം അവയെ ആക്രമിക്കുന്ന ഒരുതരം വൈറസാണ്. 1959 കോളറ ടോക്സിൻ എന്ന കോളറാജൻ കണ്ടെത്തിയത്. ചെമ്മീൻ, കൊഞ്ച്, ആൽഗകൾ, പ്ലവക സസ്യങ്ങൾ, പ്ലവക ജന്തുക്കൾ എന്നിവയിലെല്ലാം വിബ്രിയോ കോളറയ്ക്ക് കഴിയാനാകും. കഴുകാതെയും വേവിക്കാതെയും വൃത്തിയില്ലാതെയും സമുദ്രവിഭവങ്ങൾ ഭക്ഷിക്കുമ്പോഴും രോഗാണുക്കൾ ശരീരത്തിലെത്താം. ചെമ്മീനും ഞണ്ടും കക്കയിറച്ചിയും ശരിയായി പാചകം ചെയ്യാതെ കഴിക്കുന്നത് കോളറയ്ക്ക് കാരണമാകാറുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു.